യേശു നിന്നുകൊണ്ട് ഒരൊറ്റ വിളിയാ, സക്കായിയെ വേഗം ഇറങ്ങി വാ. സക്കായിയെ വേഗം ഇറങ്ങി വാ. യേശുവിനോട് ഈ പേരാരാ പറഞ്ഞത്? ആരും പറഞ്ഞതല്ല. അവൻ ദൂരത്ത് നിന്ന്, സ്തോത്രം, നമ്മുടെ നിരൂപണങ്ങളെ ഗ്രഹിച്ചറിയുന്നവനാ. ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും രണ്ട് കണ്ണുകൾ ബൾബ് പോലെ കത്തിയ എന്റെ മുഖത്ത് ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത്. എന്റെ ചിന്ത ഇത് മുഴുവൻ അങ്ങ് കേൾക്കുകയാണെന്ന. എന്നാൽ ചിലരുടെ കണ്ണേ തുറന്നിട്ടുള്ളൂ, ഹൃദയം തുറന്നിട്ടില്ല. അത് വേറെ പലയിടത്തും കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം ദൂരത്ത് നിന്ന് നമ്മുടെ നിരൂപണങ്ങളെ ഗ്രഹിച്ചറിയുന്നവനാണ്. അതുകൊണ്ട് അവനോട് ഇവന്റെ പേര് പറഞ്ഞു കൊടുക്കണ്ട. അവിടുന്ന് അവിടെ വന്ന് നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയിട്ട് വിളിച്ചു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു. നാം വായിക്കുന്നത്, അവൻ ബന്ധപ്പെട്ടിറങ്ങി വന്ന് സന്തോഷത്തോട് യേശുവിനെ കൈക്കൊണ്ടു. അപ്പോഴാണ് ക്രിസ്തു പറഞ്ഞത്, ഇവനും എന്തുവാ, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ദൈവത്തിനു സ്തോത്രം. ക്രിസ്തുവിനെ കണ്ടെത്താൻ ആഗ്രഹിച്ച സക്കായിയെ ഇവിടെ ഇതാ ക്രിസ്തു കണ്ടെത്തുന്നു. ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ മക്കളെ, നാം ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ക്രിസ്തു നമ്മെ കണ്ടെത്തി. അതാണല്ലോ വലിയ ഭാഗ്യം. എപ്പോഴാ കണ്ടെത്തിയത്? അതും രസമാ. ഇപ്പോഴൊന്നും കണ്ടെത്തിയതല്ല. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ തന്റെ അനുഭവത്തിൽ നിന്ന് ദൈവത്തോട് പറയുന്ന വാക്ക്, ദൈവമേ, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ, ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു എന്ന്. പിണ്ടാകാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഏറെക്കുറെ നമുക്കറിയാം. എന്താ പിണ്ടാകാരം? ജീവന്റെ തുടിപ്പുണ്ട്, പക്ഷേ അവയവങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു മാംസം, ഒരു മാംസ കഷണം, ഒരു പിണ്ഡം, അത്രയുള്ളൂ. ഇവിടെ എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത്? അപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. എന്റെ അമ്മയുടെ പേര് ചിന്നമ്മേന. ഞാൻ 3ാമത്തെ മകന്. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയും. ഇപ്പോൾ എന്റെ പ്രായം പറയുന്നതിന് കുഴപ്പമില്ല. നവംബർ 29